കായംകുളം പുനലൂർ റോഡിൽ നൂറനാട് കാട്ടുപോത്തിനെ കണ്ട സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രതാ നിർദ്ദേശം നൽകി. ബുധനാഴ്ച പുലർച്ചെ ചുനക്കര ക്ഷേത്രത്തിന് സമീപം കാട്ടുപോത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിർദ്ദേശങ്ങൾ നൽകിയത്. ഇന്നലെ മുതൽ ചരുമൂട് ഭാഗത്ത് ഒരു കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ ഈ പ്രദേശത്താണ്, നമ്മുടെ പടനിലം ചുനക്കര ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള കളിക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം നിലവിൽ ഇന്ന് രാവിലെ സൈറ്റ് ചെയ്തത്. അങ്ങനെ ഇതിന്റെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് ഹൈ ടെൻഷൻ 220 ലൈനിന്റെ അടിയിൽ കൂടിയുള്ള ട്രാക്കാണ്. അതിലാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇതിന്റെ താഴെ എല്ലാം ഒരുപാട് ഫോഡറുണ്ട്, തീറ്റപ്പുല്ല് ആവശ്യം പോലെ ഉണ്ട്. അത് മേഞ്ഞത് പൊക്കോണ്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ അത് മേഞ്ഞ് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ബണ്ടുണ്ട്. ബണ്ട് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് അച്ചൻകോവിൽ ആറിലേക്ക് എത്തുന്നുണ്ട്. അതിന്റെ സൈഡിൽ കൂടെ ആയിരിക്കാം ഇത് ഇങ്ങനെയൊക്കെ കടന്നത്. അപ്പോൾ തിരിച്ചു പോകുന്ന ഒരു പാതയിലാണെന്നാണ് പ്രാഥമികമായിട്ട് ഞങ്ങളുടെ നിഗമനം. അതല്ല, ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഇതിന്റെ സാന്നിധ്യം ഉറപ്പുവരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ബാക്കിയുള്ള ഞങ്ങളുടെ സയന്റിഫിക് ആയിട്ടുള്ള ചില നടപടിക്രമങ്ങൾ, ഡാർട്ടിങ് അടക്കമുള്ള നടപടിക്രമങ്ങൾക്കായിട്ടുള്ള നടപടികൾ ഇപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അടിയന്തരം എന്തായാലും ഞങ്ങൾ ഒരു രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അതുപോലെ ജനങ്ങളെല്ലാവരും തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ്. കാരണം കാട്ടുപോത്തിനെ നമുക്ക് വളരെ ദൂരത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ജീവി തന്നെയാണ്. പക്ഷേ അതിന്റെ ഒരു അറ്റാക്കിംഗ് ഡിസ്റ്റൻസ് ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആൾക്കാർ നോക്കുക. അതുപോലെ തന്നെ അതിന്റെ ഫോട്ടോകൾ പകർത്തുക, വീഡിയോകൾ ചിത്രീകരിക്കുക. അതിനൊക്കെ മുതിരുമ്പോൾ അപകട സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ നാട്ടുകാരും ഞങ്ങളോടൊപ്പം ഒന്ന് സഹകരിക്കുക. ഇവിടെ ഇപ്പോൾ ചുനക്കര ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ അദ്ദേഹം ഉണ്ട്, ഇവിടെ ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരുടെയും ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ടാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ സൈറ്റിങ് എവിടെ ഉണ്ടായാലും ഞങ്ങളെ കൃത്യമായിട്ട് ഒന്ന് അറിയിക്കുക. ഒരു കാരണവശാലും നമ്മൾ ഈ പറഞ്ഞ പോലെ മൊബൈൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി ഒരു അപകടം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ആൾക്കാർ ജാഗ്രത പാലിക്കേണ്ടതാണ്.